ഇന്ന് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലാത്ത ഞങ്ങൾ മൂന്നൊരു നേരെ പോയത് ഒരു സൂപ്പർ മാർക്കറ്റില്ല. ഇവിടുന്ന് കുറച്ച് സാധനം മേടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും, എന്താ നടക്കാൻ പോണത്, എന്തൊക്കെയാണ് ചെയ്യാൻ പോണത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന്റെ ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്താക്കട്ടെ, പറ്റുമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്താക്കേ. അങ്ങനെ ഐറ്റം വാങ്ങി പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മുടെ ചെങ്ങമ്മയുടെ കുര്യന് ഒരു മോഹം മാങ്കോലീസി കുടിക്കണം. അങ്ങനെ മാങ്കോലീസി അവൻ മേടിച്ച് കുടിച്ചിട്ടാ. അപ്പോൾ അത് ഞാനും കുടിച്ചേ, അത് വേറെ കാര്യം. ഞാൻ കുടിച്ചതിൻ്റെ നേരെ കൊടുത്തതാ നമ്മുടെ കണ്ണൂർ കോട്ടയിൽ മാത്രം കുടിച്ച് ശീലിച്ച കണ്ണൂർ ജസ്പിനാട്ടാ. അവൻ കുടിച്ചപ്പോൾ തന്നെ എന്താണ് കിടന്ന് കാണിക്കണ്ടേട്ടാ, എന്ത് പറ്റിയെന്നാവോ ഈ മോനി, പൊന്നു മോനി. ഇവിടത്തെ കഥകളും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ വണ്ടിക്ക് ഇന്ധനം അടിക്കാനാണ്. അവിടെ ചെന്നപ്പോഴാ ചേച്ചിമാർ ചായക്ക് വെച്ച പൈനാപ്പിൾ എടുത്തുകൊണ്ട് തന്നെട്ടാ നമ്മുടെ ചെങ്ങമ്മയുടെ കുരിയൻ. ഒരു കഷ്ണം എനിക്കും കിട്ടി. നല്ല സ്നേഹമുള്ള ചേച്ചിമാരാണ്ടാ. അങ്ങനെ ഇവിടുന്ന് പൈനാപ്പിളും കഴിച്ച് നമ്മൾ നേരെ വേറെ 2 ഐറ്റം മേടിക്കാൻ പോയിട്ടാ. ഒരു കവർ പാലും ഒരു പാക്കറ്റ് ബണ്ണും പിന്നെ ഇറാനി ചായക്ക് വേണ്ടിയുള്ള മസാലയും. അങ്ങനെ ഐറ്റം വാങ്ങി കുറച്ചങ്ങോട്ട് പോയപ്പോഴാണ് ഒരു പള്ളി, അതിൻ്റെ ഓപ്പോസിറ്റാ ഒരു ഐസ്ക്രീം കട. പിന്നെ നമ്മൾ വിഡോ അവിടെ 2 ഐസ്ക്രീം മേടിച്ചിട്ടാ. കുര്യനാണെങ്കിൽ ആ ഷുഗർ ഡയറ്റും. അങ്ങനെ എല്ലാ ഐറ്റവും വാങ്ങി നമ്മൾ റൂമിലെത്തി സാധനമൊക്കെ എടുത്ത് റൂമിൽ കയറിയപ്പോഴാണ് ചുരുണ്ടൂടി കിടക്കേണ്ട ആരി നമ്മുടെ പട്ടാമ്പി അരുൺ. അങ്ങനെ അവനെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് ഒരു പണി കൊടുത്തിട്ടാ. എന്തിനുള്ള പണി? മസ്കാ ബണ്ണിൻ്റെ ക്രീമിനുള്ള പണി. ഒരു കഷ്ണം ബട്ടറും കുറച്ച് മിൽക്ക് മെയ്ഡുള്ള പണിയായിരുന്നിട്ടാ പണി. അങ്ങനെ ആ പണി ചെയ്യട്ടെ, നമുക്ക് ഇപ്പുറം ഒരു ഇറാനി ചായ ഉണ്ടാക്കാനുള്ള പണിയിലേക്ക് പോകട്ടെ. അതിനുവേണ്ടി 2 ഏലക്കയും കുറച്ച് കറിയാമ്പും കുറച്ച് കറുകപ്പെട്ടയും കുറച്ച് ചായപ്പൊടി ഇട്ട് വെള്ളം അങ്ങോട്ട് തിളക്കട്ടെ. കൂടെ നമുക്ക് പാലങ്ങോട്ട് തിളപ്പിക്കട്ടാ. പാല് നല്ലോണം കുറുങ്ങണോട്ടാ. അതേ ഇതുപോലെ സൂപ്പറായിട്ട് കുറുങ്ങണോട്ടാ. കൂടെ നമ്മുടെ ക്രീം അവിടെ സൂപ്പറായിട്ട് ഇരിക്കണോട്ടാ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച കട്ടൻ ചായയിലേക്ക് നമുക്ക് തിളച്ചു വന്ന പാലങ്ങോട്ട് ഒഴിക്കണോട്ടാ. അപ്പോഴാണ്ടാ ചായ ഇറാനി ചായയായിട്ട് മാറുള്ളൂ. കുര്യനാണെങ്കിൽ എല്ലാവർക്കും വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട എന്ത് മസ്കാ ബണ്ണേ. അപ്പോൾ അതിൻ്റെ ഇടയിലാണെങ്കിൽ കുറച്ച് ഇറാനി ചായ താഴത്തെ വീട്ടിലേക്ക് പോയിട്ടാ. അത് തുടക്കണേട്ടാ നമ്മുടെ അരുൺ ബി. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഈ സാധനം നമ്മുടെ കൈ കിട്ടിയിട്ടാ. ഇതാണ് മസ്കാ ബണ്ണേ. ഐറ്റം വിചാരിച്ച പോലെട്ടാ, കിട്ടില്ല ഐറ്റം ഉണ്ടാ. ഞാനിപ്പോൾ 2ാമത്തെയാണ് ഷുഗർ ഡയറ്റായ കുര്യൻ വരെയും കഴിക്കണ നോക്കിയേ. സാധനം വെറുതെ പൊള്ളിയേട്ടാ. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഈ കാട്ടായം കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കണ്ടട്ടാ. കുറച്ച് ചൂടൻ ഇറാനി ചായ കുടിച്ചതിൻ്റെ അവസ്ഥയാണ് കാണിക്കണത്. അപ്പം ചായയൊക്കെ കുടിക്കുമ്പോൾ ചൂടാറി കുടിക്കട്ടാ. ഇതിൻ്റെ ഇടയിൽ നമ്മളെ പട്ടാമ്പി ആവട്ടെ കുറച്ച് മസ്കാ ബണ്ണ് എടുത്ത് താഴത്തേക്ക് പോകണ്ട. എന്താന്ന് വെച്ചപ്പോൾ സുന്ദരി കാണാൻ പോകണ്ട. അപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പോഴാ ഇതാണ്ട സുന്ദരി, നമ്മുടെ മുത്തുമണി. മുത്തുമണി എന്നുള്ള വീട്ടിൽ വിളിക്കണ പേരാണ്ടാ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചത്. മുത്തുമണി കഴിച്ചതിൻ്റെ റിയാക്ഷൻ നോക്കിയേ. ഇതാരും പറഞ്ഞു പഠിപ്പിച്ചില്ലട്ടാ, അവള് സ്വയം പറഞ്ഞേട്ടാ. അപ്പോൾ സാധനം എന്തായാലും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.